മാരീശൻ ഡയറക്റ്റഡ് ബൈ സുധീഷ് ശങ്കർ. മാമനന് ശേഷം ഫഹദ് ഫാസിൽ, വടിവേലു ഒരുമിക്കുന്ന ചിത്രം. മാമനൻ എന്നുള്ള സെൻട്രൽ ക്യാരക്ടറിനെ നന്നായിട്ട് ഹോൾഡ് ചെയ്ത വടിവേലിൻ്റെ വേറൊരു അഭിനയ മുഹൂർത്തമായിരുന്നു നമ്മൾ കണ്ടത്. ഇതിലോട്ട് വരുമ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാൻ തോന്നുന്നത് വടിവേലു തന്നെയാണ്. കാരണം ഫഹദ് നമ്മൾ ഒരുപാട് കണ്ടു കഴിഞ്ഞു. അതായത് ഫഹദ് ഈ റോള് മോശമാക്കുമോ എന്നുള്ളൊരു ആശങ്ക നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ വേറെ വടിവേലിന് മാമനിൽ സംഭവിച്ചത് ഒരു ഫ്ലൂക്കാണോ, പുള്ളിയുടെ ഒരു ജെന്യുവൻ എക്സ്പ്രഷൻ അങ്ങനെ തന്നെയാണോ ഇങ്ങനത്തെ ഒരു സീരിയസ് റോള് കിട്ടിയാൽ വരുന്നതെന്നൊരു തോന്നലുള്ളിടത്ത് നിന്ന് പുള്ളി സെക്കൻഡ് അങ്ങനത്തെ, അതായത് സെയിം ക്യാരക്ടറേ അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഒരു പെർഫോമൻസിലോട്ട് വരുമ്പോൾ പുള്ളി അത് ഭയങ്കരമായിട്ട് എക്സൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പടത്തിൽ എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് തോന്നുന്നത്, അതായത് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് വടിവേല് തന്നെയാണ്. കാരണം പുള്ളി അത്രയും സ്ലാസ്റ്റിക് കോമഡിയും സ്വയം ഇൻസൾട്ട് ചെയ്തിട്ടുള്ള കോമഡീസാണ് കൂടുതലും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ പുള്ളിക്ക് ചിലപ്പോൾ ഒരു ക്യാരക്ടർ റോള് പോലെ ഇതിൻ്റെ ഇടയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കിട്ടും. അങ്ങനെയാണ് പുള്ളിയുടെ പെർഫോമൻസ് കണ്ടിട്ടുള്ളത്. പഴയ തേവർ മകനിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പിന്നെ ഇടയ്ക്ക് കുറേ 1-2 സിനിമകളിൽ പുള്ളിക്ക് ഇച്ചിരി ക്യാരക്ടർ റോൾസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊഴിച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇങ്ങനെ സ്വയം കളിയാക്കിയിട്ടുള്ള കോമഡികളും സ്ലാപ്സ്റ്റിക്കും ഒക്കെയാണ് പുള്ളി ചെയ്യുന്നത്. പക്ഷെ അതിലൊരു താളമുണ്ട് പുള്ളിക്ക് അതിലൊരു റിതമുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു റോള് കിട്ടുമ്പോഴും പുള്ളിയുടെ വേറൊരു ഫേസ് കാണാൻ നല്ല രസമുണ്ട്. പുള്ളിയെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു അൽഷിമേഴ്സ് ഉള്ള ഒരാളായിട്ട് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പുള്ളി ഇങ്ങനെ മറവി രോഗം ബാധിച്ച് വരുന്ന രീതിയിലാണ് പുള്ളിയെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ടിങ്. ഫഹദ് ട്രെയിലർ കണ്ടവർക്ക് ഇതിൻ്റെ കഥ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഫഹദ് ജയിലിൽ നിന്ന് പുറത്തു വരുന്നു, പിന്നെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നു, ഒരു യാത്ര നാഗർകോവിൽ ടു കുംഭകോണം, സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ പോകുന്നൊരു യാത്രയാണ്. അപ്പോൾ ആ യാത്രയ്ക്ക് ഇടയിൽ സംഭവിക്കുന്നത്, അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രാവൽ മൂവീസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് തന്നെ അത്യാവശ്യം ട്വിസ്റ്റും ടേൺസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. ഫാഫയുടെ പെർഫോമൻസിലോട്ട് വരുമ്പോൾ പുള്ളിക്ക് കൊടുത്ത ക്യാരക്ടർ പുള്ളി നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. യാതൊരു കുറ്റവും ഒന്നും പറയാനില്ല. പക്ഷെ നമുക്ക് പുള്ളി ചെയ്യുന്ന ക്യാരക്ടർ എന്താണെന്ന് ട്രെയിലർ കണ്ടവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം എന്താ പറയുക, തൊണ്ടി മുതലും ദൃക്സാക്ഷിയും നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. ഈ അവസാനം വന്ന വേട്ടയനിലെ ബാറ്ററി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ചില മാനറിസംസ് നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. ഹാവിങ് സെഡ് ദാറ്റ്, പുള്ളിയുടെ ചില ബോഡി ലാംഗ്വേജ്, ചില റിയാക്ഷൻസ്, ഒരു സീനിനും വടിവേലുമായിട്ടാണ് കൂടുതൽ സീനും ഉള്ളത്. അതിനൊക്കെ പുള്ളി തിരിച്ചു കൊടുക്കുന്ന എക്സ്പ്രഷൻ, ചില ഫൈറ്റിലെയൊക്കെ പുള്ളിയുടെ ചില നോട്ടങ്ങൾ ഒക്കെ നമുക്ക് ഒരു പുതിയ സംഭവങ്ങൾ തരുന്നുണ്ട്. അപ്പം ഫെയിം ഇനിയും തേച്ച് മിനിക്കിയാൽ ഇനിയും പുതിയ അടിപൊളി സംഭവങ്ങൾ പുള്ളിയിൽ നിന്ന് വരുമെന്നുള്ളത് ഉറപ്പാണ്. വടിവേലുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസിൽ തന്നെ എന്താ പറയുക, കുറേ ഗജനി റെഫറൻസ് ഉണ്ട്, മൂന്നാം തുരായി കമലഹാസൻ്റെ കുറേ റെഫറൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും വരുമ്പോൾ ഉള്ള കെമിസ്ട്രി, ഇവരൊരു നല്ല പെയറായിട്ട് മാറിയിട്ടുണ്ട് ശരിക്കും. അതിപ്പോൾ വില്ലനും നായകനുമായിട്ട് വരുന്നൊരു ഇത് പഴയ മാമനിലെ ഇതാണെങ്കിലും മാരീശനിലോട്ട് വരുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഈ വടിവേലിൻ്റെ തന്നെ അൽഷിമേഴ്സ് വന്നിട്ടുള്ള കൺഫ്യൂഷൻ, ഫഹദിൻ്റെ സിമ്പതി ഇല്ലാത്തുള്ള ചില സമയത്തെ പെരുമാറ്റം, ഈ കള്ളനായിട്ടുള്ള മാനറിസത്തിൽ ഫഹദ് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര എന്താ പറയുക, നമുക്ക് ശരിയാണല്ലോ, ഒരു കള്ളത്തരം വെച്ചിട്ട് ഒരാൾ ചെയ്യുന്ന പരിപാടിയൊക്കെ കറക്റ്റ് ഇങ്ങനെ വരും. അതൊക്കെ പിന്നെ അതുപോലെ എവിടെ ചതിക്കാം, എങ്ങനെ ഇതൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ള ഒരുപാട് സീനുകളുണ്ട്. അപ്പം ഒബ്വിയസ്ലി കള്ളനാണല്ലോ, അപ്പോൾ ഇതൊരു സ്പോയിലറല്ല, ഞാൻ പറയായിരുന്നു. അപ്പം ആ മാനറിസമൊക്കെ പുള്ളി കാണിക്കുന്നതൊക്കെ നമുക്ക് ശരിക്കും ഇയാൾ റിയലായിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നത് പോലെ തോന്നും. അപ്പം ഈ വടിവേലിൻ്റെ നിസ്സഹായമായിട്ടുള്ള ഒരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് കഷ്ടം തോന്നും. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയത്. ഇതുകൊണ്ട് തന്നെ ഈ സിനിമ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. പക്ഷേ അപ്പോഴും ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഒരു മെയിൻ ആക്ടറും കൂടെ ഉണ്ട്, വിവേക് പ്രസന്ന. പിന്നെ വേറെ കോവൈ സരളയുണ്ട്, സിത്താരയുണ്ട്, മലയാളത്തിലെ പഴയ നായികയായിട്ടുള്ള സിത്താരയുണ്ട്. ഇവരൊക്കെ ഒരു വലിയ താരനിരയുണ്ട്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ വേറെ സബ്ബായിട്ടുള്ള ഇവരെ കൂടുതൽ അല്ലാതെ വേറെയുള്ള ആർട്ടിസ്റ്റ് വരുമ്പോൾ ഈ പടം പാളുന്നത് ശരിക്കും അവിടെയാണ്. കോവൈ സരളയൊക്കെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റായിട്ടും ചില ഇമോഷണൽ സീനുകളിലൊക്കെ ഒരു റെസ്പോൺസൊക്കെ ഇവരിൽ നിന്ന് വരുന്നത്, അതൊക്കെയാണ് ഫഹദ് നമ്മളെ ഞെട്ടിക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. അവരുടെയൊക്കെ റെസ്പോൺസും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു ഡയറക്ഷണൽ പ്രശ്നമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം അവിടെ ഒന്നും പുള്ളിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണമെങ്കിൽ ഒരു കറക്ഷൻ പറഞ്ഞിട്ട് കാരണം ഇവരെല്ലാം നല്ല ആർട്ടിസ്റ്റുകളാണ്. ഞാൻ ഈ പറഞ്ഞ വിവേക് പ്രസന്നയാണെങ്കിലും സിത്താരയാണെങ്കിലും കോവൈ സരളയാണെങ്കിലും നല്ല ആർട്ടിസ്റ്റാണ്. കോവൈ സരളയുടെ റീസെൻ്റ് ആയിട്ടൊരു പടം ഉണ്ടായിരുന്നു, ഒരു അമ്മുമ്മയായിട്ട് വന്നിട്ട് ഒരു പ്രതികാരം ചെയ്യുന്നൊരു സിനിമ ഉണ്ട്. അതിലൊക്കെ അവരുടെ പെർഫോമൻസ് അടിപൊളിയാണ്. അപ്പോൾ അവരെ ഒന്നും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പടത്തിലുണ്ട്. കാരണം അങ്ങനെ ഒരു ഇമോഷണൽ കണക്റ്റ് വരേണ്ട സംഭവങ്ങളിലെ
അവരുടെ അഭിനയം പാളിച്ച അല്ലെങ്കിൽ ഡയറക്ഷനിലെ പിഴവുകളായിരിക്കാം അത് ഭയങ്കരമായിട്ട് ഈ പടത്തിനെ ബാധിച്ചിട്ടുണ്ട്. പ്ലസ് ഈ പടത്തിൻ്റെ ലെങ്ത്ത് ഇതിനൊരു ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നുണ്ട്. എത്ര പേരുടെ കോമ്പിനേഷൻ വർക്കാകുന്നു എന്ന് പറഞ്ഞാലും ഓഡിയൻസ് നമ്മുടെയൊക്കെ ബ്രില്യൻസ് കൂടിയിട്ടുണ്ട്. ഞാൻ ബ്രില്യൻ്റ് ആണെന്ന് പറയുകയല്ല, പക്ഷേ പൊതുവെ കാഴ്ചക്കാരുടെ ബ്രില്യൻസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഊഹിക്കാൻ തുടങ്ങും. ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും അതിന് ഊഹിക്കാനുള്ള സമയം കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് ഇതിനകത്തൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. അപ്പോൾ പടത്തിന് 2.5 മണിക്കൂർ 2:40 അടുപ്പിച്ച് സമയമുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഇവരെന്താ പറയാൻ പോകുന്നതെന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു ചുവടെ മുന്നേ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഓബ്വിയസ്ലി ഒരുവിധം പ്രേക്ഷകരുടെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പം നിങ്ങളുടെ രീതി അങ്ങനെ ആയിരിക്കില്ല, നിങ്ങൾക്ക് അത്രയും ബുദ്ധിയില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ആക്ടിങ്ങിൻ്റെ ആസ്വാദനത്തിൽ ചിലപ്പോൾ അത് കാണില്ല. പക്ഷേ എനിക്ക് കുറേയൊക്കെ എനിക്ക് മുൻകൂട്ടി കാണാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതൊരു കല്ലുകടി ആയിരിക്കാം. ഇത്രയും ലെങ്തും ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെ പെർഫോമൻസിലെ നിലവാര തകർച്ചയും ഒക്കെ ഒരു പ്രശ്നമാവാനുള്ള ചാൻസസ് ഉണ്ട്. അത് മാത്രമാണ് ഈ പടത്തിനെ കുറച്ചൊന്ന് പുറകോട്ട് വലിക്കുന്നത്. പക്ഷേ അപ്പോഴും തീർച്ചയായിട്ടും ഇതൊരു വൺ ടൈം വാച്ച് തിയേറ്ററിൽ കാണേണ്ടതാണ്. ഇവരുടെ 2 പേരുടെയും പെർഫോമൻസ്. എനിക്ക് അതിലും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ വിവേക് പ്രസന്ന വിക്രം വേതാളത്തിലൊക്കെ വില്ലനായിട്ട് അഭിനയിച്ച ആളാണ്. പുള്ളി ഒരു അണ്ടർ റേറ്റഡ് നടനാണ് തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളി കുറച്ചുകൂടെയൊക്കെ വലിയ പ്രോജക്ട്സിലും വലിയ ബാനറിലും വരേണ്ട ആൾ തന്നെയാണ്. പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഫഹദിൻ്റെ കൂട്ടുകാരനായിട്ട് വരുന്നത് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആകെ മൊത്തത്തിൽ പെർഫോമൻസിൻ്റെ ഒരു മേന്മയിൽ തീർച്ചയായിട്ടും അവരാണ് ഈ പടം ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. പടത്തിന് ഒരുപാട് അങ്ങനത്തെ കുറച്ച് അഴിച്ചിലും പോരായ്മകളും ഒക്കെ ഉണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ഐ വിൽ റെക്കമെൻഡ് വൺ ടൈം വാച്ച് ഓൺ തിയേറ്റേഴ്സ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് രാത്രി തന്നെ തലൈവ തലവിയും ഞാൻ കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇഫ് എവറിത്തിങ് ഗോസ് വെൽ അതിൻ്റെ റിവ്യൂവുമായിട്ട് ഉടനെ കാണാം. അപ്പം ബൈ.